വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണെന്നും കോടിയേരി പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിടങ്ങളായിരിക്കണം മൂന്നാറിൽ ഉണ്ടാക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ടൊരു നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാണ്. വിജിലൻസ് ഡയറക്ടറെ മാറ്റിയതിൽ ദുരൂഹതയെന്ന് രമേശ് ചെന്നിത്തല. വിജിലൻസ് ഡയറക്ടറുടെ ചുമതല DGPക്ക് നൽകിയത് കീഴ്വഴക്കം ഇതുവരെ ഇല്ലാത്തതാണെന്നും ചെന്നിത്തല പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റിയതിൽ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെൻറ്റിൻ്റെ കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന അഴിമതി വിരുദ്ധ മുഖം ഇന്നെവിടെ പോയിരിക്കുന്നു? ഹണി ട്രാപ്പ് വിവാദത്തിൽ പരാതിക്കാരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസമാണ് മുൻമന്ത്രി AK ശശീന്ദ്രനെ കുടുക്കിയ ഹണി ട്രാപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിൽ ഒരാളായ അഭിഭാഷകയിൽ നിന്നും സംഘം മൊഴിയെടുത്തിരുന്നു. ഇന്നും മറ്റു പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്കൽ തുടരും. സംഘം ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ. അജിത് കുമാറിന് പുറമെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ, വാർത്താ അവതാരകർ, ഹണി ട്രാപ്പിൽ പങ്കാളിയായ മാധ്യമപ്രവർത്തക എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. ഗൂഢാലോചന, IT നിയമം, ദൃശ്യമാധ്യമ ദുരുപയോഗം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിലും കേസെടുക്കുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് IG ദിനേശ് കശ്യപിന്റെ മേൽനോട്ടത്തിൽ ഹൈടെക് സെൽ DYSP ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ലഭിച്ച പരാതികളിൽ വിശദമായ പരിശോധന നടത്തി അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിനുള്ള സർക്കാർ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി തോമസ് ചാണ്ടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. NCPയിൽ നിന്നുള്ള AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ആ സ്ഥാനത്തേക്ക് തോമസ് ചാണ്ടി കടന്നു വന്നത്. തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് NCPയുടെ ആവശ്യം ഇടതുമുന്നണി അംഗീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് സത്യപ്രതിജ്ഞ തീരുമാനിച്ചത്. കുട്ടനാടിൽ നിന്നുള്ള MLA ആണ് തോമസ് ചാണ്ടി. സുപ്രീം കോടതി വിധി നടപ്പാകുന്നതോടെ സംസ്ഥാനത്ത് ഇനി 179 ബിവറേജ് ഔട്ട്ലെറ്റുകളും 29 കൺസ്യൂമർ ഫെഡിന്റെ മദ്യഷോപ്പുകളും മാത്രമായിരിക്കും തുറന്നു പ്രവർത്തിക്കുക. അതേസമയം ദേശീയ സംസ്ഥാന പാതയോരത്തെ ബാറുകൾക്കും ബീർ വൈൻ പാർലറുകൾക്കും സുപ്രീം കോടതി വിധി ബാധകമാകുന്നതിലൂടെ ഈ ഇനത്തിൽ 530-ലധികം മദ്യശാലകൾക്കാണ് താഴ്വീഴുക. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടണമെന്ന ഡിസംബർ 15-ലെ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിലൂടെ ബിവറേജ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും നല്ലൊരു ശതമാനം മദ്യവിൽപ്പനശാലകൾക്കാണ് താഴ്വീണിരിക്കുന്നത്. സംസ്ഥാനത്ത് എക്സൈസ് വർഷം മാർച്ച് 31-ന് അവസാനിച്ചതോടെ സുപ്രീംകോടതി വിധി നടപ്പാവുകയാണ്. സംസ്ഥാനത്ത് ഏപ്രിൽ 1 ഡ്രൈ ഡേ ആണ്. 2-ാം തീയതി ഞായറാഴ്ച ആകുമ്പോൾ ബിക്കോയുടെ ആകെയുള്ള 270-ൽ 179 ഔട്ട്ലെറ്റുകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ ആവുകയുള്ളൂ. എന്നാൽ വിധി വന്ന ശേഷം ബിക്കോയുടെ 35 ഔട്ട്ലെറ്റുകൾ മാത്രമാണ് അവർക്ക് ഇതുവരേക്കായി മാറ്റി സ്ഥാപിക്കാനായത്. ഇങ്ങനെ നോക്കുമ്പോൾ ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 144 ഔട്ട്ലെറ്റുകൾക്ക് താഴ്വീഴും. കൺസ്യൂമർ ഫെഡ് 29-ൽ 20 മദ്യശാലകൾ മാറ്റി സ്ഥാപിച്ചു. ബാക്കിയുള്ള 9 മദ്യവിൽപ്പനശാലകൾ മാറ്റിയില്ലെങ്കിൽ പൂട്ടണം. സുപ്രീംകോടതി വിധി പാതയോരത്തെ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ബാധകമായതോടെ 500-ലധികം ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് തുറന്നു പ്രവർത്തിക്കാനാവില്ല. 31 5 സ്റ്റാർ ബാറുകളിൽ 20 എണ്ണവും ഉത്തരവിലൂടെ അടച്ചിടണം. കള്ള് ഷാപ്പുകൾക്കും വിധി ബാധകമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാകുന്നതോടെ കൂടുതൽ ഔട്ട്ലെറ്റുകൾക്കായിരിക്കും താഴ്വീഴുക. അതോടൊപ്പം തന്നെ ബിയർ വൈൻ പാർലറുകളും കൂടുതലായി പൂട്ടും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും സംസ്ഥാനത്ത് സൃഷ്ടിക്കുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. മദ്യശാലകൾ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമെന്ന് എക്സൈസ് മന്ത്രി G സുധാകരൻ. വ്യാജമദ്യത്തിന്റെ വിപണനം വ്യാപകമാകുമോ എന്ന ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേറ്റ് എന്താ ചെയ്യുക? വിധി നടപ്പിലാക്കുക, അല്ല എന്താ ചെയ്യുക? അപ്പീൽ പോകണമെന്നൊന്നും ചർച്ചയൊന്നും എൻ്റെ സ്ഥാനത്ത് നടന്നിട്ടില്ല. ഞാൻ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടില്ല. അതൊക്കെ പോകണോ വേണ്ട എന്ന് എക്സൈസ് വകുപ്പിലെ മേലുദ്യോഗസ്ഥന്മാരും അതിൻ്റെ സെക്രട്ടറി ഉണ്ട്, അതുപോലെ അവരെ ആലോചിച്ച് വരട്ടെ, അത്രയേ ഉള്ളൂ.
KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് ചേരുകയാണ്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് യോഗം. MM ഹസൻ KPCC പ്രസിഡന്റായതിനു ശേഷം ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇത്. വിവരങ്ങളുമായി സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാലിഹ്, യോഗം തുടങ്ങിയോ? ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നുണ്ടോ? VM സുധീരൻ പങ്കെടുക്കുന്നുണ്ടോ? അടക്കമുള്ള വിശദാംശങ്ങൾ. അജിംഷാദ്, KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറം DCC ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും VM സുധീരനും പങ്കെടുക്കുന്നില്ല എന്നത് തന്നെയാണ് യോഗത്തിന്റെ പ്രത്യേകത. ഏറെ നാളായി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. എന്നാൽ ഇന്ന് യോഗത്തിനെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. VM സുധീരന്റെ രാജിയെ തുടർന്നുണ്ടായ പ്രത്യേക പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കോട്ടയത്ത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ മരണത്തിൽ പങ്കുകൊള്ളാനുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നതെന്നാണ് യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം VM സുധീരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അനാരോഗ്യ മൂലമാണ് പങ്കെടുക്കാത്തതെന്നാണ് VM സുധീരൻ പറഞ്ഞിട്ടുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനാണ് യോഗം. മുസ്ലിം ലീഗിനേക്കാൾ ആവേശത്തിൽ കോൺഗ്രസ് A ഗ്രൂപ്പും I ഗ്രൂപ്പും എല്ലാം സജീവമായി പ്രചരണ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് ഡയറക്ടറെ മാറ്റിയതും ചോദ്യപേപ്പർ വിവാദവും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാവും. വരുന്ന ഡിസംബർ 31-നകം സംസ്ഥാനത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനങ്ങളും ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ ഉണ്ടാവും. അജിംഷാദ്. ശരി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഡിസംബർ 31-നകം പൂർത്തീകരിക്കുമെന്ന് K മുരളീധരൻ. ഗ്രൂപ്പ് നോക്കാതെയും പ്രശ്നങ്ങളില്ലാതെയുമായിരിക്കും സംഘടനാ തെരഞ്ഞെടുപ്പെന്നും മുരളീധരൻ മലപ്പുറത്ത് പറഞ്ഞു. അതിലൊന്നും അതിന് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെക്കുറിച്ച് പരാതി ജനാധിപത്യം ഇല്ലാന്നാണല്ലോ. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ നടത്തി. നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ തലപ്പത്ത് വന്നു. ഇനി അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം വിദ്യാഭ്യാസ നയത്തിന് LDF സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിൽ KSUവിൻ്റെ സമരങ്ങളും മറ്റ് സമരപരിപാടികളും ഉണ്ടാകും. ഇതാ ഞങ്ങൾ കാണിക്കാൻ പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകവും വറ്റിവരളുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തടാകത്തിന്റെ 27% കരപ്രദേശമായി മാറിയതെന്ന് പഠന റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നു. കടുത്ത വരൾച്ച കാരണം ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലേക്കുള്ള കുടിവെള്ള പമ്പിംഗ് ഭാഗികമായി നിർത്തിവെക്കുകയും ചെയ്തു. ആസന്നമായ മരണം കാത്തുകിടക്കുകയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ശാസ്താംകോട്ട, പടിഞ്ഞാറേക്കല്ലട, മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലായി 20 കിലോമീറ്റർ വ്യാപിച്ചു കിടന്നിരുന്ന തടാകം ഇന്ന് കൺവട്ടത്ത് ഒതുങ്ങി. തിളയ്ക്കുന്ന വേനൽ കാരണം തടാകക്കര വിണ്ടുകീറി. ഒരു കാലത്ത് പടിക്കെട്ടിന്റെ മുകളറ്റം തട്ടി നിന്നിരുന്നു കായൽ വെള്ളം. അതായത് തറനിരപ്പിൽ നിന്നും ഏകദേശം 2 ആൾ പൊക്കം വരെ. കൊടും വേനലിനൊപ്പം മണലൂറ്റും ചെളിയെടുപ്പും കൂടിയായതോടെ കായൽ അതിവേഗം വരളുന്നു. കടുത്ത വേനൽ ആയതോടുകൂടി കായലിന്റെ ജലനിരപ്പ് -2 വീതം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ശാസ്താംകോട്ട കായലിന്റെ പേര് പരാമർശിച്ചല്ലാതെ കായൽ സംരക്ഷണത്തിനായി യാതൊരു തുകകളും പ്രഖ്യാപിച്ചിട്ടില്ല. കായൽ സംരക്ഷണം നടപ്പാക്കും എന്ന് പറയുന്ന അധികാരികൾ ഇതുവരെ തന്നെ കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു പദ്ധതികളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷത്തെ ഗൂഗിൾ മാപ്പ് 2011 നിന്നും 2016 എത്തിയപ്പോൾ കായൽ 27% കുറഞ്ഞു. ജലസേചന വകുപ്പിന്റെ കണക്ക് പ്രകാരം ദിവസേന 3 കോടി ലിറ്റർ വെള്ളമാണ് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത്. ഇന്നതിന്റെ നേർപകുതിയായി. ചെറുമരങ്ങളും മറ്റും വെച്ചുപിടിപ്പിച്ച് തടാക സംരക്ഷണത്തിനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തടാക സംരക്ഷണത്തിനുള്ള കേന്ദ്ര പദ്ധതികൾ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. റെക്കോർഡുകൾ തകർത്ത് മമ്മൂട്ടി ചിത്രമായ ഗ്രേറ്റ് ഫാദർ. ആദ്യ ദിവസം ചിത്രം നേടിയത് 4.31 കോടി രൂപ. പുലിമുരുകന്റെ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ തിരുത്തിയത്. ചിത്രത്തിന്റെ സഹനിർമ്മാതാവും നടനുമായ പൃഥ്വിരാജാണ് ഇക്കാര്യം അറിയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റിലീസ് ദിവസം തന്നെ റെക്കോർഡ് നേട്ടവുമായാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്.
ആദ്യ ദിനം തന്നെ ഗ്രേറ്റ് ഫാദർ നേടിയത് 4.31 കോടി രൂപയുടെ കളക്ഷൻ. മലയാള സിനിമയിലെ എക്കാലത്തെയും ആദ്യദിന റെക്കോർഡ് കളക്ഷൻ നേട്ടമാണ് ഇത്. നിർമ്മാതാവ് പൃഥ്വിരാജ് തന്നെയാണ് സിനിമയുടെ വൻ വിജയത്തിന്റെ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പൃഥ്വിരാജ് റെക്കോർഡ് കളക്ഷൻ പുറത്തുവിട്ടതും. ഇതോടെ പുലിമുരുകന്റെ റെക്കോർഡ് നേട്ടമാണ് ഗ്രേറ്റ് ഫാദർ തകർത്തത്. 4.05 കോടിയായിരുന്നു പുലിമുരുകന്റെ ആദ്യ ദിനത്തിലെ കളക്ഷൻ. സംസ്ഥാനത്തെ 202 തിയേറ്ററുകളിലും കേരളത്തിന് പുറത്ത് 150ഓളം തിയേറ്ററുകളിലുമാണ് ഗ്രേറ്റ് ഫാദർ പ്രദർശനം തുടരുന്നത്. ആദ്യ ദിനം 4.27 കോടി രൂപ കളക്ഷൻ നേടിയ രജനീകാന്ത് ചിത്രം കബാലിയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ ഇനീഷ്യൽ ചിത്രം. ഇതിനെയും പിന്നിലാക്കിയിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഫാദർ. ന്യൂസ് ഡെസ്ക്. SBT അടക്കം 5 അനുബന്ധ ബാങ്കുകൾ ലയിച്ചതിന് പിന്നാലെ SBI നിബന്ധനകൾ കടുപ്പിച്ചു. മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കും. SBT ഉപഭോക്താക്കളും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉറപ്പാക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ 1000 രൂപയും നഗരങ്ങളിൽ 3000 രൂപയും അർദ്ധനഗരങ്ങളിൽ 2000 രൂപയും മെട്രോ നഗരങ്ങളിൽ 5000 രൂപയുമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട മിനിമം തുക. നിശ്ചിത തുക അക്കൗണ്ടിലില്ലെങ്കിൽ ഓരോ തവണയും 20 മുതൽ 100 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് SBI അറിയിച്ചു. SBT അടക്കം SBI ലയിച്ച 5 അനുബന്ധ ബാങ്ക് ഉപഭോക്താക്കളും ഈ മിനിമം തുക ഇനി മുതൽ നിലനിർത്തണം. ജൻധൻ അക്കൗണ്ടുകളും ATMകളുടെയും പ്രവർത്തന ചെലവ് കണ്ടെത്താനാണ് മിനിമം ബാലൻസ് നിർബന്ധമാക്കിയത് എന്നാണ് SBIയുടെ അവകാശവാദം. 3 തവണയിൽ കൂടുതൽ പണമടച്ചാലോ പരിധിയിൽ കൂടുതൽ ATM ഇടപാട് നടത്തിയാലോ പണം ഈടാക്കും. കഴിഞ്ഞ വർഷം 11,000 കോടി രൂപയായിരുന്നു SBI ലാഭം. ഇതിനു പുറമെയുള്ള പിഴ ഈടാക്കൽ നിർത്തലാക്കണമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറത്ത് രണ്ടാം ഘട്ട പ്രചരണത്തിൽ മുന്നണി നേതാക്കളും മന്ത്രിമാരും മണ്ഡലത്തിലെത്തി പരമാവധി വോട്ട് ഉറപ്പിക്കുകയാണിപ്പോൾ. മന്ത്രിമാരായ MM മണി, KT ജലീൽ, UDFന് വേണ്ടി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും NDAക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും ഇന്ന് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. സ്ഥാനാർത്ഥി പര്യടനങ്ങൾ പൂർത്തിയായതോടെ നേതാക്കളുടെ തിരക്കാണ് മണ്ഡലത്തിൽ. പാർട്ടി പ്രവർത്തകരെയും വോട്ടർമാരെയും പ്രചാരണ യോഗങ്ങളിലും റാലികളിലും അണിനിരത്തി തെരഞ്ഞെടുപ്പ് ചൂട് കൂട്ടുന്നു. ഇടതുമുന്നണിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ 2 മന്ത്രിമാർ മലപ്പുറത്തുണ്ട്. മന്ത്രി MM മണി മങ്കട മണ്ഡലത്തിലും KT ജലീൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. മന്ത്രി G സുധാകരൻ, NCP അധ്യക്ഷൻ ഉഴവൂർ വിജയൻ തുടങ്ങിയവർ നാളെ എത്തും. ഇന്ന് മലപ്പുറം മണ്ഡലത്തിലാണ് MB ഫൈസലിന്റെ പര്യടനം. UDFനായി രമേശ് ചെന്നിത്തല, MM ഹസൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ഇന്നും മണ്ഡലത്തിലുണ്ടാവും. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വേങ്ങര മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് വോട്ട് തേടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.